ഇനി നമ്മൾ ഓരോ സീറ്റിലും ആരൊക്കെ മത്സരിക്കും എന്നത് വലിയ ചർച്ചയാകുന്നുണ്ട്. നമ്മൾ കേട്ടിരുന്നതാണ് പാലക്കാട് പട്ടാമ്പി സീറ്റ്. അവിടെ PV അൻവറിനെ സ്വാഗതം ചെയ്തിരുന്നു ലീഗ് അണികൾ. പക്ഷേ ഇപ്പോഴത്തെ ലീഗ് തന്നെ മത്സരിക്കും പട്ടാമ്പിയിലെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. UDF സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കാനാണ് ലീഗ് തീരുമാനം. ലീഗ് തന്നെ പട്ടാമ്പി സീറ്റിൽ മത്സരിക്കും. ലീഗ് അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം, മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവ് MA സമദ് എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ മുസ്തഫ തങ്ങൾക്കും സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തി LDFന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് നേതൃത്വമുള്ളത്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, ഏതായാലും PV അൻവർ ഇല്ല എന്ന് തീരുമാനിക്കുന്നു പട്ടാമ്പിയിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലീഗ് തന്നെ പട്ടാമ്പിയിൽ മത്സരിക്കും. വിനീത, തീർച്ചയായും ഇത്തവണ പട്ടാമ്പിയിൽ ലീഗ് തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 2011 മുതലാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, 2016 UDFന് പട്ടാമ്പി സീറ്റ് നഷ്ടപ്പെടുന്നത്. 2016 മുതൽ മുഹമ്മദ് മുഹസിനിലൂടെ LDF ആ സീറ്റ് നിലനിർത്തി വരികയായിരുന്നു. കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് ഇത്തവണ ലീഗിന് നൽകിക്കൊണ്ട് ലീഗ് ആ സീറ്റ് തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കോങ്ങാടിന് പകരം പട്ടാമ്പി എന്നുള്ളതാണ് ഈ ഫോർമുല എന്ന് പറയുന്നത്. അവിടെ PV അൻവർ മത്സരിച്ചേക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളും അഭ്യൂഹങ്ങളെല്ലാം നിലനിന്നിരുന്നു. പട്ടാമ്പിയിൽ പല ഭാഗത്തും PV അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നതാണ്. പക്ഷേ PV അൻവർ അല്ല, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി തന്നെ പട്ടാമ്പിയിൽ മത്സരിക്കും. LDFിൽ നിന്ന് സീറ്റ് UDFിലേക്ക് എത്തിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവിടെ മുസ്ലിം ലീഗിന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള മരക്കാർ മാരായമംഗലത്തിനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ രീതിയിലൊരു സാധ്യതയുള്ളത്. അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള MA സമദിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. യുവാക്കൾക്ക് ആ പട്ടാമ്പി സീറ്റ് നൽകാനുള്ള നീക്കമുണ്ടായാൽ യൂത്ത് ലീഗിന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള മുസ്തഫ തങ്ങളുടെ പേരായിരിക്കും പരിഗണനയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നേരത്തെ CP മുഹമ്മദ് 2001 മുതൽ കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തിച്ചിട്ടുള്ള ആ സീറ്റ് പിന്നീട് 2016 വലിയൊരു അട്ടിമറിയിലൂടെയാണ് മുഹമ്മദ് മുഹസിന് നേടിയെടുത്ത് LDFന്റെ കൈകളിലേക്ക് എത്തിക്കുന്നത്. 2016 2021 വലിയ വിജയം തന്നെ അവിടെ LDF നേടിയെടുക്കുന്നു. ആ സീറ്റ് പിന്നീട് പട്ടാമ്പി സീറ്റ് LDFന്റെ കോട്ട എന്ന രീതിയിലേക്ക് മാറിപ്പോകുന്ന സ്ഥിതി വരെ ഉണ്ടാവുന്നു. പക്ഷേ ഇത്തവണ ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള നീക്കത്തിലേക്ക് UDF കടക്കുമ്പോൾ ആ സീറ്റിൽ ലീഗ് തന്നെ മത്സരിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ മുസ്ലിം ലീഗിന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് കോങ്ങാട് സീറ്റിന് പകരം ഇത്തവണ പട്ടാമ്പി സീറ്റ് ലീഗിന് നേടിയെടുക്കുമെന്നുള്ള. ആ ലീഗ് ഇത്തവണ ആ സീറ്റിൽ മത്സരിക്കും. ആ സീറ്റിൽ ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത് 3 പേരുകളാണ്. ആ പേരിൽ ഒന്നാമത് നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം, രണ്ടാമത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള MA സമദ്, മൂന്നാമതായാണ് യൂത്ത് ലീഗിന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള മുസ്തഫ തങ്ങളുടെ പേരും ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വത്തിനായി പരിഗണനയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. വിനീത, ശരി, ലീഗിന്റെ ഏതായാലും ചർച്ചകൾ സജീവമായി തുടരുകയാണ്. പട്ടാമ്പി സീറ്റ് ലീഗ് തന്നെ മത്സരിക്കും